കവർ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, ഈ സൈഡ് കവറാണിത്, ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ബെൽറ്റാണിത്. ഓക്കെ, ലിഫ്റ്റിൽ ഇത് പോകുന്ന ഹാൻഡ് റെയിൽ. അതിൻ്റെ റിസ്കി വർക്കാണത്. 19 चाहिए, चकना 19 स्पैनर है. ഇതുപോലെ ഇതിൻ്റെ താഴെ ഇതുപോലെ ഈ സൈഡിൽ ഇതുപോലെ ടച്ച് ആകുന്നുണ്ട്. ഈ സൈഡ് കണ്ടോ, ഈ സൈഡും ഇവിടെ ടച്ച് ആകുന്നുണ്ട്. അത് നമ്മൾ റെഡിയാക്കണം. ഇതിവിടെ ലെഫ്റ്റിൽ 2 എസ്കലേറ്ററാണ്. ഇത് അപ്പ് ഡയറക്ഷനും ഇത് ഡൗൺ ഡയറക്ഷനും വരാൻ 2 എസ്കലേറ്ററാണ്. ഇത് ഡയറക്ഷൻ നമുക്ക് താഴോട്ട് മാഴോട്ട് തിരിച്ച് മാറ്റിയിടാം. അതിൻ്റെ കീ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ കീ ഓപ്ഷൻ ഇതിലാണ്. കീ ഓപ്ഷൻ ഇത് ഞെക്കിയെന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടായി. ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ്. ഈ എസ്കലേറ്ററിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കയറി പോകുമ്പോൾ എമർജൻസി ആയിട്ട് നമ്മുടെ ഡ്രസ്സ് എന്തെങ്കിലും കുടുങ്ങി നമ്മുടെ ഫാൻ എന്തെങ്കിലും വീടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ ഫാനിൻ്റെ സൈഡിൽ കിക്ക് ചെയ്താൽ മതി. കാലുകൊണ്ട് കിക്ക് പ്ലേറ്റ് എന്ന് പറയും. അത് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്കലേറ്റർ സ്റ്റോപ്പാകും. ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഹാൻഡ് റെയിലിൻ്റെ ഉൾഭാഗത്തെ ഈ കവറാണ് നമ്മൾ ഊരിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആണ്, അതാണ് നമ്മൾ ഊരിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ടച്ച് ആകുന്ന കാരണം. അപ്പോൾ നമ്മൾ ഇതിന് മേലോട്ട് കയറി പോവാം. ഞാൻ മേലെ എത്തിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗം കാണിച്ചു തരാം. ഇതിപ്പോൾ അപ്പുറത്തെ സൈഡിലെ എസ്കലേറ്ററാണ് ഈ പോകുന്നത്. പുള്ളി അപ്പുറത്തിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ എസ്കലേറ്ററിലാണ് പോകുന്നത്. ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്നു ഇതുപോലെ ടച്ച്. ഞാൻ കുറച്ച് അത് റിമൂവ് ചെയ്ത് കയറുകൊണ്ട് സൈഡ് റെഡിയായി. കണ്ടോ, അപ്പോൾ നമ്മൾ പോയി ഇറങ്ങുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗം ഇതിൻ്റെ ഈ സൈഡാണ് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഉണ്ടല്ലേ, ഇതിലാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത്. ഈ ലിഫ്റ്റിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ഊരിയെടുത്തത്. ഇതാണ് ഇത് എസ്കലേറ്ററിൻ്റെ ഉൾഭാഗം. ഇത് ലിമിറ്റ് സ്വിച്ചാണ്, സേഫ്റ്റി സ്വിച്ചാണ്. ഇതൊരു ലിമിറ്റ് സ്വിച്ച് നമ്മളത് ഏറ്റി വെച്ചിരിക്കുക, കാരണം വർക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൺട്രോൾ പാനൽ, ഇതിൻ്റെ മോട്ടർ, ഗവർണർ, ഓഫ് സ്പീഡ് ഗവർണർ, സ്പീഡായി കഴിഞ്ഞാൽ കട്ടാവാനുള്ള ഓഫ് സ്പീഡ് ഗവർണർ, എല്ലാ സിസ്റ്റവും ഇതിലുണ്ട്. ലിഫ്റ്റിനുള്ള അതേപോലെ തന്നെ. ഓക്കെ, നോക്കുന്നിട്ടേ ഇതിൻ്റെ പണി ഭയങ്കര ഡേഞ്ചർ വർക്കാണ്. കൈ കാലൊക്കെ പെട്ടുപോകാൻ എല്ലാ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ കുറച്ചുകൂടി ഇതായിട്ട് പറയുന്നു. അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ട് എൻ്റെ കൈ പോലെ വയ്ക്കുമ്പോൾ ഇത്ര ടൈറ്റായി. ഇത്ര സ്പേസിൻ്റെ ഉള്ളിൽ കൈ കടത്തി വേണം അത് ചെയ്യാനായിട്ട്. ഇതൊക്കെ സ്റ്റീലാണ്, ഇത് ഗ്ലാസ്സാണ്, അങ്ങനത്തെ ഫൈബർ ഗ്ലാസ്സാണ്. കയ്യിൻ്റെ ഉള്ളിൽ കിടക്കാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല, കൈ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാ പണിക്കുമുണ്ട്. ഇതൊരു ഷോപ്പിംഗ് മാളാണ്. ഇത് അവിടെ ആദ്യം ഈ ഗ്ലാസ് കാണുന്ന ഇവിടെയായിരുന്നു ഫിക്സ് ചെയ്ത്, അത് പൊളിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അവിടെ എസ്കലേറ്ററുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഈ വാതിലിൻ്റെ അടുത്താണ് ആ കാണുന്നത് ഒരു ലിഫ്റ്റാണ്, നമ്മുടെ കമ്പനിയുടെ തന്നെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ സൈഡിൽ ഗ്യാപ്പായി, ബോൾട്ടെല്ലാം ശരിയാക്കി. പഴയ പോലെ ലോക്ക് നട്ടാണ് അത്. ഇതിൻ്റെ ഈ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ആ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പാനൽ കുറേശ്ശെ അങ്ങോട്ട് നീങ്ങിപ്പോവും. അങ്ങനെ നമ്മൾ മാറ്റി ഈ സൈഡിൽ ഇപ്പോൾ ഗ്യാപ്പായി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷീറ്റ് വയ്ക്കാൻ പോവാണ്. ഷീറ്റ് കൊണ്ടുവന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകും. ഇതിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക്
ഇത് നേരെ കയറിയിരിക്കണം. വയ്ക്കുന്നതാണ് ഇതുപോലെ കയറിയിരിക്കണം. അതാണ് ഇതിൻ്റെ 1 മിനിറ്റ്. നമ്മൾ ആ കവർ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ സ്ക്രൂ വരും. കറക്റ്റ് പൊസിഷനിൽ ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. ഇതുപോലെ സ്ക്രൂ എല്ലാം ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ പുള്ളി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം എടുക്കുന്ന വീഡിയോ ആണിത്.